ചോദ്യപേപ്പർ ചോർച്ചാ വിവാദങ്ങൾ തുടരുന്നതിനിടെ നീറ്റ് പുനഃപരീക്ഷ അല്പസമയത്തിനകം തുടങ്ങും. യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാതിരിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ഒഴിവാക്കേണ്ട സാധനങ്ങളുടെ കൃത്യമായ പട്ടിക NTA പുറത്തുവിട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. എന്താ ഡോക്ടർ ആവണമെന്ന് അതെ, ഡോക്ടർ ആവുന്ന ആഗ്രഹം. വേറെ ഇപ്പോൾ മെഡിക്കൽ നല്ല താല്പര്യമുണ്ട്. ആദ്യ തവണ എഴുതിയിട്ട് നടന്നില്ല. ഇല്ല, ഇത് രണ്ടാമത് എഴുതുന്നു. ഇത് എടുത്ത് തീരുന്നുള്ളൊരു വാശിയിലാണ്. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഒക്കെ? എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? ഞാൻ ഓൺലൈനിലാണ് ചെയ്തത്. ഒരു കൊല്ലം ഓഫ്ലൈനിൽ പോയിരുന്നു, ഇക്കൊല്ലം ഓൺലൈനായിരുന്നു. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്നു. എന്നാലും ഈ സ്റ്റഡി അവേഴ്സ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റഡി അവേഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. ദിവസം ഒരു 5-6 മണിക്കൂർ എന്താ പഠിക്കും. പിന്നെ ഒരു ടോപ്പിക്ക് കവർ ചെയ്യുന്ന മാതിരി. ഓരോ ദിവസം പിന്നെ തീരെ മൂഡ് ഉണ്ടാവില്ലല്ലോ. അങ്ങനത്തെ ദിവസമൊക്കെ പഠിക്കും, പക്ഷെ അധികം പഠിക്കില്ല. ഇതൊരു ബ്രെയിൻ ഗെയിം പോലാണ്. ഓരോ ദിവസം മടുത്തു പോവില്ല. അങ്ങനെയൊക്കെ കുറച്ച് പഠിക്കും. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഫേസിലെ എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? അത് കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു. ഈ പരീക്ഷ ക്യാൻസൽ ചെയ്തപ്പോൾ ഒരു വിഷമം. വീണ്ടും എഴുതണം. പ്ലസ് നല്ലൊരു എക്സാം ആയിരുന്നു, അത് പോയി. ഇതിപ്പോൾ വീണ്ടും എങ്ങനെയാണെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്, വേറൊന്നുമില്ല. ആദ്യം എഴുതിയപ്പോൾ നല്ലതായിരുന്നു, അതുകൊണ്ടാണ് ഒരു ടെൻഷൻ. അതെ, ഇത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എവിടെയെങ്കിലും കിട്ടുമെന്നൊരു ഇത്. ഇപ്പം അത് തോന്നുന്നില്ല. വീണ്ടും നമ്മൾ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ്. അതെ, ഒരു 2 ആഴ്ച ബ്രേക്ക് വന്നതുകൊണ്ട് ഒരു ഫ്ലോ ഇല്ല, പഠിച്ചൊന്നും ഓർമ്മയില്ല. വന്ന ഫ്ലോ അങ്ങ് പോയി. അനീഷ് കുമാറും സാരൻ സുധാകരനും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷ് സംസാരിച്ച വിദ്യാർത്ഥിയുടെ ആശങ്ക അത് ഒരു വിദ്യാർത്ഥിയുടെ ആശങ്കയല്ല, ഈ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ആശങ്കയാണ്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് ഇപ്പോൾ പരീക്ഷ ആരംഭിക്കാൻ പോകുന്നത്. എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത്? അവിടെ അനീഷ് നിൽക്കുന്ന സെന്ററിൽ ഉൾപ്പെടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? രേണുക, തീർച്ചയായും 10-20 ലക്ഷത്തിലധികം കുട്ടികളാണ് മാസങ്ങൾ നീണ്ട അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ നീറ്റ് പരീക്ഷ എഴുതിയത്. പലപ്പോഴും ഒറ്റത്തവണ എഴുതിയാൽ ഈ പരീക്ഷയിൽ ആ പരീക്ഷയുടെ കടമ്പ കടക്കാൻ കഴിയില്ല എന്നറിയാവുന്നത് നമ്മൾ തന്നെ ഇന്ന് കണ്ട് 3 തവണ വരെ ആ പരീക്ഷ എഴുതിയ കുട്ടികൾ, 3-ാം വട്ടമൊക്കെ എഴുതുന്ന ആ കുട്ടികളെ കണ്ടു. പരീക്ഷയുടെ നിയമങ്ങളൊക്കെ ഓരോ വർഷവും മാറ്റും. ഒരുപക്ഷെ ഇത്തവണ അവസാനമായി എഴുതാൻ പറ്റുന്ന കുട്ടികൾ പോലും ഇക്കാര്യത്തിലുണ്ട്. അവർ ഓൺലൈനായും ഓഫ്ലൈനായും പ്രത്യേകിച്ച് കോച്ചിങ് സെന്ററുകളിലൊക്കെ പോയി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ലാഭമില്ലാതെ പഠിച്ച് പരീക്ഷ എഴുതിയ ശേഷമാണ് ഇത്തരമൊരു ദുർഗതി ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ പരീക്ഷ വളരെ ഗംഭീരമായി എഴുതിയ കുട്ടികളുണ്ട്. അതായത് എവിടെയെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ച ശേഷം അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് നേടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ച ശേഷം പരീക്ഷ പെട്ടെന്ന് റദ്ദാക്കപ്പെടുകയും വീണ്ടും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ഉള്ള അനിശ്ചിതത്വം. മറ്റു ചിലരാവട്ടെ ആദ്യഘട്ടത്തിൽ കാര്യമായി പരീക്ഷ എഴുതാൻ പറ്റാതെ വരികയും ഇത്തവണ എന്നാൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നവർ. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഈ പരീക്ഷ നടക്കുന്ന ഹാളിലേക്ക് കുട്ടികൾ പോകുന്നത്. അവരെ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് അകത്തേക്ക് വിടുന്നത്. 11 മണി മുതലാണ് കുട്ടികൾക്ക് അകത്തേക്ക് പ്രവേശനം അനുവദിച്ചത്. അല്പസമയത്തിനകം പ്രവേശനം വിലക്കിക്കൊണ്ട് അല്ലെങ്കിൽ അകത്തേക്ക് കടക്കാൻ കഴിയില്ല എന്ന നിർദ്ദേശം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ അനൗൺസ്മെന്റായി നൽകുന്നുണ്ട്. രാവിലെ ചോദ്യക്കടലാസ് അടക്കം CRPF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയാണ് ഇവിടെ കൊണ്ടുവന്നത്. അതിനു മുമ്പ് വിമാനത്തിലാണ് ഇത് അതത് സംസ്ഥാനങ്ങളിലെത്തിക്കുകയും പിന്നീട് ഇവിടേക്ക് വരികയും ചെയ്ത് 3 തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഓരോ ഇടത്തുമുണ്ട്. പലവട്ടമായി വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ പേനയോ ആഭരണങ്ങളോ അല്ലെങ്കിൽ ഈ സുതാര്യമല്ലാത്ത കുപ്പിവെള്ളമോ മറ്റ് ശരീരത്തെ കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബ്ലൂടൂത്തിന്റെ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക, ഫോൺ ഉപയോഗിക്കുക, അങ്ങനെ ഒരുമാതിരിപ്പെട്ട സാധന സാമഗ്രികൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലരും വളരെ അയഞ്ഞ രീതിയിലുള്ള ഡ്രസ്സ്, ഈ ബക്കിളുകൾ പോലുള്ളവയോ ഒന്നുമില്ലാത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്ക നൽകുന്നതാണ്. കാരണം അവർ ഒരുപാട് നാളുകൾ കാത്തിരുന്ന ശേഷമാണ് ഇത്തരമൊരു പരീക്ഷ എഴുതി അത് റദ്ദാക്കപ്പെടുന്നു. അല്ലെ, ഒരു വലിയ ആശങ്കയിലൂടെയാണ് കുട്ടികൾ കടന്നത്. അതെ, ഭയങ്കര ആശങ്ക തന്നെയാണ് വരുന്നത്. കുട്ടികളെ ഭയങ്കര സ്ട്രെസ് ഉണ്ട് കാര്യത്തില്. ഇനി എന്താണ് ചെയ്യേണ്ടെന്നുള്ളത്. ആദ്യം പഠിച്ച പോലെയല്ല രണ്ടാമത് റിപ്പീറ്റ് റീ എക്സാമിനേഷൻ വന്ന സമയത്ത് എന്ത് ചെയ്യാന്നുള്ളൊരു ഭയങ്കര ഒരു ആകാംക്ഷയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അതിൽ സംശയമുണ്ട്. ഇനിയിപ്പോ എക്സാം ചെയ്തിട്ട് അടുത്തത് കണ്ടിന്യൂഷൻ ഉണ്ടാവും, പെട്ടെന്ന് എക്സാം ക്യാൻസൽ ചെയ്യുമ്പോൾ പേടി വരേണ്ട കുട്ടികൾക്ക്. നമ്മുടെ കുട്ടികൾക്ക് പലരും ബയോളജിയൊക്കെ നന്നായി കഴിഞ്ഞോടെ എഴുതിയെന്നാണ് പറയുന്നത്. അതെ. എങ്ങനെയാണ് ഈ കുട്ടികൾ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നോ ഈ പരീക്ഷ റദ്ദാക്കി കഴിഞ്ഞപ്പോൾ? തീർച്ചയായിട്ടും നല്ല സമ്മർദ്ദമായിരുന്നു. ഈ രണ്ടാമത് എങ്ങനെ വരും എന്നുള്ള ആശങ്കയായിരിക്കും. ആദ്യം നന്നായി എഴുതിയത്.
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്താന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. നല്ല പഠിച്ച് ഫ്രീ ആയി എന്ന് വിചാരിച്ചപ്പോഴേക്കും പിന്നെ റീടെസ്റ്റ് വന്നപ്പോൾ അവര് ആകെ അങ്കലാപ്പിലായത്. നിങ്ങൾ ഈ അമ്മമാരായിരിക്കും ഇതിന്റെ അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ ഇവരൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. തീർച്ചയായും കുട്ടികൾ ഭയങ്കര മാനസിക സമ്മർദ്ദത്തിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അവര് നല്ല രീതിയിൽ എക്സാം എഴുതി നല്ല മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണല്ലോ റദ്ദാക്കി എന്ന് പറയുന്നത്. അന്നോ പിറ്റേ ദിവസമൊന്നും അല്ല, ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് റദ്ദാക്കി എന്നുള്ള വിവരം അറിയുന്നത്. കുട്ടികൾ ഭയങ്കരമായിട്ട് തളർന്നു പോയിട്ടുണ്ട്. എക്സാം എഴുതുന്നില്ല എന്ന് വരെ പറഞ്ഞതാണ്. പിന്നെയും നമ്മൾ അങ്ങനെ മക്കളെ ഇങ്ങോട്ട് എത്തിക്കുക ചെയ്തിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട് കുട്ടികൾക്ക്. ഈ ഒരു കോച്ചിങ് സെന്ററിൽ പോയിരുന്നു, കോച്ചിങ് സെന്ററിലായിരുന്നു ഉള്ളത്. വീണ്ടും ഹോസ്റ്റലൊക്കെ വെക്കേറ്റ് ചെയ്ത് വന്ന സമയത്താണല്ലോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഇനി അവര് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, ഹോസ്റ്റല് ഓപ്പൺ ആക്കി. വീണ്ടും ഹോസ്റ്റലിലേക്ക് പോയി. കുറച്ച് ദിവസം ഹോസ്റ്റലിൽ നിന്നു. പിന്നെയും കുട്ടിക്ക് സമ്മർദ്ദം കൂടി. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് തിരിച്ചു വന്നു. ഇവരെ മാനേജ് ചെയ്യുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഇവരുടെ മൂഡ് ഓരോ ദിവസവും മാറി വരും. അതെ, ഭയങ്കര വിഷമം തന്നെയാണ്. പാരന്റ്സിന് ആണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം കുട്ടികളെക്കാളും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാതും നമ്മളാണല്ലോ കാണേണ്ടത്. അപ്പം വളരെ ഒരു വിഷമമുള്ള ഘട്ടത്തിലാണ് ഉള്ളത്. ഇത്രയും മാർക്ക് വാങ്ങിയ കുട്ടിയാണ് വീണ്ടും ഞാൻ പരീക്ഷ എഴുതുന്നില്ല എന്ന് പറയുന്നത്. ഇതേലും ചോരില്ലെന്ന് പ്രതീക്ഷിക്കല്ലേ? അതെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഈ പരീക്ഷ അവൾക്ക് നന്നാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. രേണുക, ഇതാണ് ഈ സമ്മർദ്ദം മുഴുവൻ അനുഭവിക്കുന്ന കുടുംബങ്ങളാണ്. കാരണം പലപ്പോഴും പലരെയും അത്ര നിർബന്ധിച്ചൊന്നും അല്ല ഇപ്പോൾ ഈ ഓരോ കോഴ്സുകൾക്കും വിടുന്നത്. കുട്ടികളുടെ തന്നെ സ്വയം തീരുമാനപ്രകാരമാണ് അവർ ഈ പരീക്ഷ എഴുതാമെന്നൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ഇത്തരം ആകസ്മികമായ സംഭവങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളുടെ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. വലിയൊരു സമ്മർദ്ദത്തിലേക്ക് അവർ വഴുതി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇവിടെ കുട്ടികൾ കയറിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം ഇത് അവസാനിക്കും. വൈകുന്നേരം പിന്നീട് 3 മണിക്കൂർ 5:15 വരെ ഈ പരീക്ഷ ഉണ്ടാവും. അതിനുശേഷം നമുക്കറിയാം കഴിഞ്ഞ തവണ മെച്ചപ്പെട്ട രീതിയിൽ എഴുതിയ കുട്ടികൾക്ക് ഇത്തവണ അതേ രീതി ആവർത്തിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ അനായാസമായി എഴുതാൻ കഴിയാതിരുന്ന കുട്ടികൾക്ക് ഇത്തവണ അനായാസമായി എഴുതാൻ കഴിഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ ആകാംക്ഷാഭരിതരായി തന്നെയാണ് ആളുകൾ, ആശങ്കാകുലരായി തന്നെയാണ് ഇപ്പോൾ രക്ഷാകർത്താക്കൾ ഈ സ്കൂളിന്റെ ഗേറ്റിന് മുൻവശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ശരി, സനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമ്മൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.